നമസ്കാരം. പറവൂർ മണ്ഡലത്തിലെ പ്രളയബാധിതർക്കായി വിഭാവനം ചെയ്ത പുനർജനി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് സാധ്യത. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലത്താണ് വിദേശ പണപ്പിരിവിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. ഈ ശുപാർശ ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. സർക്കാർ ഉടൻ തീരുമാനമെടുക്കും. വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വിദേശത്തുനിന്നും കോടിക്കണക്കിന് രൂപ സമാഹരിച്ചെന്ന ഗുരുതരമായ ആരോപണമാണ് സതീശൻ നേരിടുന്നത്. വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാന ഏജൻസികൾക്ക് പരിമിതികൾ ഉള്ളതിനാൽ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ CBI കൂടി അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ പുനർജനി പദ്ധതി വി.ഡി. സതീശന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുമെന്നാണ് CPM വിലയിരുത്തൽ. പറവൂരിലെ പുനർജനി പദ്ധതിക്ക് വേണ്ടി അനുവാദമില്ലാതെ വിദേശത്ത് പോയതും അവിടെ നടന്ന ചടങ്ങിൽ പണം ആവശ്യപ്പെട്ടതും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കുരുക്കാകുമെന്ന വിലയിരുത്തലുണ്ട്. രണ്ടിനും തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ഇതിനായി പദവി ദുരുപയോഗം ചെയ്തതിലും നിയമലംഘനത്തിലും ഊന്നിയാകും വിജിലൻസ് അന്വേഷണം. പ്രളയബാധിതർക്കായി വിദേശത്ത് പോയി പണം പിരിക്കാൻ വി.ഡി. സതീശൻ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് വിദേശ മന്ത്രാലയം 2020 ഒക്ടോബർ 21 ജെയ്സൺ പാനിക്കുളങ്ങരയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ പ്രളയബാധിതർക്കായി 500 പൗണ്ട് വീതം നിങ്ങൾ സംഭാവന നൽകണമെന്ന് ബർമിംഗ്ഹാമിൽ പ്രസംഗിക്കുന്ന വീഡിയോ സതീശൻ തന്നെ ഫേസ്ബുക്കിലും ഇട്ടിരുന്നു. ഇതും വിവാദമായി. പ്രളയബാധിതരെ സഹായിക്കാനായി ആരും വിദേശത്ത് പോയി പണം പിരിക്കേണ്ട എന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നു. ഒട്ടേറെ വാഗ്ദാനമുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ പോയതുമില്ല. പ്രവാസികൾ അറിഞ്ഞു നൽകിയ സഹായമാണ് സ്വീകരിച്ചത്. എന്നാൽ വി.ഡി. സതീശൻ ഇതെല്ലാം മറികടന്ന് വിദേശത്ത് പോയി പണം ആവശ്യപ്പെടുകയായിരുന്നു. നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചർച്ചയിൽ 81 തവണ വിദേശയാത്ര നടത്തിയത് എന്തിനെന്നും പിരിച്ച പണം എത്രയെന്നും ചെലവഴിച്ചത് എങ്ങനെയെന്നും ചോദ്യം ഉയർന്നിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനാണ് പോയതെന്നാണ് സതീശന്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് CBI അന്വേഷണ നീക്കം പുതുചൂട് നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.